സോഷ്യൽ മീഡിയയിൽ റീൽസും കമന്റുകളും ഒക്കെ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു വാക്ക് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പിക് മീ. ആദ്യം കേൾക്കുമ്പോൾ എന്നെ തിരഞ്ഞെടുക്കൂ എന്നൊരു സിമ്പിൾ മീനിങ് ആണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഈ വാക്കിന് പിന്നിൽ ഭീകരമായ ഒരു സൈക്കോളജി ഉണ്ട്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ ഒരു കാലത്ത് ഓരോ ദിവസവും പുതിയ പുതിയ പദപ്രയോഗങ്ങൾ നമ്മുടെ ലാംഗ്വേജിന്റെ ഭാഗമായി മാറാറുണ്ട്. അത്തരത്തിൽ അടുത്ത കാലത്തായി യങ്സ്റ്റേഴ്സിനിടയിലും അതുപോലെ സൈബർ സ്പേസിലും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ പിക് മീ എന്ന് പറയുന്ന വാക്ക്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒരു ഗുഡ് ഗേൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്വന്തം വർഗത്തെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇന്ന് ഡിജിറ്റൽ ലോകം പിക് മീ എന്ന് വിളിക്കുന്നത്. എന്താണ് ശരിക്കും ഈ പിക് മീ കൾച്ചർ? എന്തുകൊണ്ടാണ് ഇത് ഇത്ര അപകടകരമാകുന്നത്? നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പുരുഷന്മാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മറ്റ് സ്ത്രീകളെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം. ഞാൻ മറ്റ് പെൺകുട്ടികളെ പോലെയല്ല, എനിക്ക് മേക്കപ്പ് ഇഷ്ടമല്ല, എനിക്ക് ആണുങ്ങളോടൊപ്പം ഇരിക്കാനാണ് താല്പര്യം, പെണ്ണുങ്ങളായാൽ ഭയങ്കര ഡ്രാമയാണ്. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഡയലോഗുകൾ. ഇവിടെ സ്വന്തം വ്യക്തിത്വം ഉയർത്തിക്കാട്ടുക എന്നതിലുപരി മറ്റ് സ്ത്രീകളെ പരിഹസിക്കാനോ മോശക്കാരായി ചിത്രീകരിക്കാനോ ആണ് ഇവർ മുൻഗണന നൽകുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിലെ സൈക്കോളജി നോക്കിയാൽ അത് ചെന്നെത്തുന്നത് ഇന്റേണലൈസ്ഡ് മിസോജിനി എന്ന അവസ്ഥയിലാണ്. അതായത് പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തിൽ വളരുമ്പോൾ സ്ത്രീകൾ മോശക്കാരാണെന്ന പൊതുബോധം അറിയാതെ തന്നെ ഇവരുടെ ചിന്തകളിലും കയറിക്കൂടുന്നു. താൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് എന്ന് വരുത്തി തീർത്ത് പുരുഷന്മാരുടെ ഇടയിൽ ഒരു കൂൾ ഗേൾ ഇമേജ് ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ ചവിട്ടി നിന്നുകൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് മാന്യത എന്ന് ഇവർ വിശ്വസിക്കുന്നു. നമ്മുടെ സ്വന്തം കേരളത്തിലെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഇതിനെ കുലസ്ത്രീ വേഴ്സസ് ഫെമിനിച്ചി പോരാട്ടമായിട്ട് കണക്ട് ചെയ്യാം. അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർ ഫെമിനിച്ചി എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ആ പുരുഷന്മാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി അയ്യോ ഞാൻ അങ്ങനെയല്ല, എനിക്ക് വീട് നോക്കാനും അനുസരിക്കാനും ഒക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു വരുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പിഗ്മികൾ. ഇനി മറ്റൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ റേപ്പ് അല്ലെങ്കിൽ അബ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല, ഞാനൊരു പുരുഷന്റെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതും പുരുഷന്മാരുടെ കയ്യടി നേടാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. ഇവിടെ നീതിയേക്കാൾ ഉപരിയായിട്ട് പുരുഷന്മാരുടെ കയ്യടി അല്ലെങ്കിൽ പ്രീതി നേടുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ലക്ഷ്യം. അതായത് ഇത് നീതിയല്ല, മറിച്ച് താൽക്കാലികമായ കുറച്ച് ലൈക്കുകളും കമന്റുകളുമാണ് ഇവരുടെ ലക്ഷ്യം. സോഷ്യൽ മീഡിയ ഈ ഒരു പ്രവണതയെ വല്ലാതെ വളർത്തുന്നുണ്ട്. ഒരു പെൺകുട്ടി സ്ത്രീ വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ വരും കമന്റ് ബോക്സിൽ പുരുഷന്മാരുടെ പ്രവാഹം. ഇതാണ് യഥാർത്ഥ പെണ്ണ്, ഇങ്ങനെയുള്ളവരെയാണ് ഇക്കാലത്ത് വേണ്ടത്. ഈ ഒരു വാലിഡേഷൻ കിട്ടുമ്പോൾ ഇവർ വീണ്ടും വീണ്ടും ഇത്തരം പ്രവൃത്തികൾ തുടരുന്നു. ഡിജിറ്റൽ ലോകത്തെ ഈ അംഗീകാരങ്ങളും ലൈക്കുകളും ഒരുതരം അഡിക്ഷനായി മാറുന്നതോടെ സ്വന്തം ആത്മാഭിമാനം, സെൽഫ് റെസ്പെക്ട് പണയം വെച്ചാണെങ്കിലും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇവർ ശ്രമിക്കുന്നു. എന്നാൽ ഇതിലൂടെ ഇവർ നഷ്ടപ്പെടുത്തുന്നത് ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെ ഐക്യദാർഢ്യമാണ് എന്ന് പലപ്പോഴും ഇവർ തിരിച്ചറിയുന്നില്ല. സിനിമകളിലും സാഹിത്യങ്ങളിലും ഇത്തരം പിഗ്മി കഥാപാത്രങ്ങളെ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. നായകന്റെ ഒപ്പം കൂടി നായികയെ കളിയാക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ തമാശകൾക്ക് ചിരിച്ചു കൊടുക്കുന്ന പെൺ സുഹൃത്തുക്കൾ ഇതിന്റെ മികച്ച എക്സാമ്പിൾസ് ആണ്. പുരുഷന്മാരുടെ ലോകത്ത് തനിക്കൊരു സ്ഥാനം ഉറപ്പിക്കാൻ മറ്റു സ്ത്രീകളെ വഞ്ചിക്കുന്ന രീതിയാണിത്. ഇനി ചരിത്രപരമായി നോക്കിയാൽ അധികാരമുള്ളവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന തെറ്റായ ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത്. പണ്ടുകാലത്ത് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ദാസിമാരുടെ ആധുനിക പതിപ്പാണ് ഇന്നത്തെ പിഗ്മികൾ എന്ന് വിശേഷിപ്പിച്ചാൽ അത് തെറ്റാവില്ല. ഇവിടെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. ഈ കിട്ടുന്ന അംഗീകാരം ടെമ്പററിയാണ്, വെറും താൽക്കാലികം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, ആത്മാഭിമാനം പണയം വെച്ച് കിട്ടുന്ന ഈ കയ്യടികൾ നിങ്ങളെ വെറും ഒരു ഉപകരണമാക്കി മാത്രമാണ് മാറ്റുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. പരമ്പരാഗതമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ എല്ലാം പിഗ്മി എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാചകം ഇഷ്ടമാണെന്നോ വീട് നോക്കാൻ താല്പര്യമുണ്ടെന്നോ പറയുന്നത് അവരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. എന്നാൽ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ കുടുംബം നശിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുമ്പോഴാണ് അത് പിഗ്മി സംസ്കാരമാകുന്നത്. മറ്റൊരാളെ തകർത്തുകൊണ്ട് വേണോ നിങ്ങൾക്ക് അംഗീകാരം കിട്ടാൻ? ഇത് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഇത് കേവലം വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല എന്നതാണ്. ഇതൊരു സാമൂഹിക വ്യവസ്ഥയുടെ ഉൽപ്പന്നമാണ്. പുരുഷന്റെ ശ്രദ്ധ നേടുന്നത് ഒരു വലിയ നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു പിഗ്മി സംസ്കാരവും നിലനിൽക്കും. പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് നൽകേണ്ടത് പുരുഷന്മാരെ സന്തോഷിപ്പിക്കാനുള്ള പാഠങ്ങളല്ല, മറിച്ച് സ്വയം സ്നേഹിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള കരുത്താണ്. മറ്റ് സ്ത്രീകളെ ശത്രുക്കളായി കാണുന്നതിന് പകരം പരസ്പരം താങ്ങാവേണ്ട സഹപ്രവർത്തകരായിട്ട് കാണാൻ നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ, നമ്മളെ തിരഞ്ഞെടുക്കുന്ന ആണുങ്ങളെക്കാൾ നമ്മളെ നമ്മളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു സ്ത്രീയെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നേടുന്ന ഉയരം ഒരിക്കലും നിലനിൽക്കില്ല. ഈ പിഗ്മി മുഖമൂടികൾ അഴിച്ചുവെച്ച് സഹജീവികളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.